പ്രകാരം ഒരവസരം എന്റെ ജീവിതത്തിൽ നൽകിയ കൃപകളെ ഓർത്ത് ദൈവത്തെ അതിയായി സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. 17-ാം വാക്യത്തിൽ പറയുന്ന പോലെ നാം എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടായിരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എല്ലായ്പ്പോഴും പാസ്റ്റർ അങ്കിൾ നമ്മോട് പറയുന്നത് പോലെ ആരാധനയിലെ 3 മണിക്കൂറിലല്ല, മറ്റ് ഏതെങ്കിലും ചില സന്ദർഭങ്ങളിൽ മാത്രമല്ല നാം ഭക്തിയോടെ ഇരിക്കേണ്ടത്. എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ അളവറ്റതായി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 139-ാം സങ്കീർത്തനം നമുക്ക് ചേർന്ന് വായിക്കാം. സ്തോത്രം. യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ദൈവമേ, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് നിന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ താങ്ങും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എനിക്ക് ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെയല്ലോ. ഇരുൾ രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെയല്ലോ. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചവൻ. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. അതിശയവും ഭയങ്കരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അതെന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്. അവയെ എണ്ണിയാൽ മണ്ണിലേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും നിന്റെ അടുക്കലിരിക്കുന്നു. ദൈവമേ, നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. രക്തപാതന്മാരെ എന്നെ വിട്ടു പോകുവൻ. അവർ ദോഷമായി നിന്നെ കുറിച്ച് സംസാരിക്കുന്നു. നിന്റെ നാമം നിന്റെ ശത്രുക്കൾ വൃഥാ എടുക്കുന്നു. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു. അവരെ എന്റെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവമേ, എന്റെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വസനത്തുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നടത്തണമേ. സ്തോത്രം. വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Hallelujah. Praise the Lord. ദൈവത്തിന്റെ വചനം ഹൃദയസ്ഥമാക്കുവാൻ, ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ കരുതിക്കുവാൻ ദൈവം ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായിട്ടും സ്തോത്രം. മോളെ, ഒത്തിരി ഒത്തിരി കൺഗ്രാറ്റ്സ്. വളരെ പ്രോത്സാഹനങ്ങൾ. നമുക്കൊക്കെ പ്രായഭേദം കൂടാതെ ദൈവത്തിന്റെ വചനം ഹൃദയസ്ഥമാക്കുവാൻ, ദൈവവചനത്തിലെ ഏത് ഭാഗങ്ങളും, പ്രത്യേകിച്ച് കനമേറിയ ഭാഗങ്ങൾ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇത് ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ദൈവത്വത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 139-ാമത്തെ സങ്കീർത്തനം. സ്തോത്രം. നമ്മള് സങ്കീർത്തനം പറയുകയാണ്. സത്യത്തിൽ സങ്കീർത്തനം നമ്മൾ പാടുകയാണ് വേണ്ടത്. നമുക്ക് പക്ഷെ അതിൻ്റെ രാഗവും താളവും ഒന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു വിടുന്നു എന്നേ ഉള്ളൂ. നമ്മൾ രാഗത്തിലും ലയത്തിലും താളത്തിലും ഒക്കെ പാടുന്ന മറ്റ് പാട്ടുകളെക്കാൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഭാഗങ്ങളാണ് ബൈബിളിലെ സങ്കീർത്തനങ്ങൾ. സ്തോത്രം.
ഞാൻ പറഞ്ഞതുപോലെ നമുക്കതിൻ്റെ ഈണവും താളവും ഒന്നും അറിയാത്തത് കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മ്യൂസിഷ്യൻസിനും ആ ജൂയിഷ് ഹീബ്രു മ്യൂസിക്സ് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അതിൻ്റെ രാഗവും താളവും അറിയാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ന് നമുക്ക് അതിൻ്റെയും സംഗീത രൂപം എനിക്ക് തോന്നുന്നു ഇന്റർനെറ്റിലൊക്കെ ലഭ്യമാണ്. അങ്ങനെ പാടുന്നവരുമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് മറ്റ് രീതികളിൽ ഒരു പാട്ടല്ല പാടിയതെങ്കിലും നമ്മുടെ ദൈവത്തിൻ്റെ നിസ്തുലതയെ, മഹത്വത്തെ, ഏറ്റവും പ്രധാനപ്പെട്ട ദൈവിക സ്വഭാവങ്ങളെ, ആട്രിബ്യൂട്ട്സിനെ വെളിപ്പെടുത്തുന്ന ആ ഭാഗങ്ങളാണ് പ്രിയമോള് ഇന്ന് ഉദ്ധരിച്ചത്. കർത്താവ് പ്രിയ പൈതലിനെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ ധാരാളമായി നൽകട്ടെ. പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവർക്കും ഇത് പ്രചോദനമാകട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. നമ്മെ ദൂരവേ നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവം ഒക്കെ പറഞ്ഞിട്ടാണ് 5-ാം വാക്യത്തിൽ പറയുന്നത്. ഈ പരിജ്ഞാനം, ഏത് പരിജ്ഞാനം? ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. സ്തോത്രം. ദൈവത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവ്. സ്തോത്രം. ഏറ്റവും ആവശ്യമായ അറിവ് ദൈവത്തെ അറിയുക, ദൈവം ആരാണെന്നറിയുക. സ്തോത്രം. ദൈവത്തെ കുറിച്ചുള്ള അറിവുമുണ്ട്, ദൈവത്തെ അറിയുന്ന അറിവുമുണ്ട്. സ്തോത്രം. സ്തോത്രം. ദൈവത്തെ കുറിച്ചും ദൈവത്തെ അറിയുന്ന അറിവും. സ്തോത്രം. ഒന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, മറ്റൊന്ന് പത്രോസ് അപ്പോസ്തലനും പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് കേട്ട സങ്കീർത്തന ഭാഗത്തോടനുബന്ധിച്ച് സ്തോത്രം ആ 2 വാക്യങ്ങളും കൂടെ വായിച്ചിട്ട് നമുക്ക് നമ്മുടെ ചിന്താ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. 2 നമുക്ക് പരിചയമുള്ളതാകാം. ഒന്ന് ഏതായാലും പരിചയമുള്ളതാണ്. ഒന്നാമത്തേതിനോളം പരിചയം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. 2 അറിയാവുന്ന കാര്യം തന്നെയാണ്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ ആദ്യം വായിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യമാണ്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 verses 7 and 8. But whatever was to my profit, I now consider loss for the sake of Christ. What is more, I consider everything a loss compared to the surpassing greatness of knowing Christ Jesus my Lord, for whose sake I have lost all things. I consider them rubbish, that I may gain Christ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. സ്തോത്രം. എക്സലൻസി ഓഫ് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ് ജീസസ് മൈ ലോർഡ്. പത്രോസ് പറയുന്ന ഭാഗവും കൂടെ നമുക്ക് നോക്കാം. 2nd epistle 2 verse 20, 2-ന്റെ 20-ാമത്തെ വാക്യം. 2 പത്രോസ് 2:20. If they have escaped the corruption of the world by knowing our Lord and Savior Jesus Christ, and are again entangled in it and overcome, they are worse off at the end than they were at the beginning. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ. സ്തോത്രം. Knowledge of the Lord and Savior Jesus Christ. പൗലോസ് പറഞ്ഞത് മലയാളത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. The knowledge about and the knowledge of the Lord Jesus Christ. രണ്ടിടത്തും ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ, ദൈവത്തെ അറിഞ്ഞപ്പോൾ
ഉണ്ടായിരുന്നത് വിട്ടുകളയാൻ ഇരുവർക്കും ഒരു പ്രയാസവും തോന്നിയില്ല. പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ പരിജ്ഞാനം പ്രാപിച്ചപ്പോൾ ലാഭമായിരുന്നതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു, ചവറന്നെണ്ണുന്നു. സ്തോത്രം. കച്ചടയായിട്ടെണ്ണം. ഐ കൗണ്ട് ദം, KJV വായിക്കുന്നത് ഐ കൗണ്ട് ദം ആസ് ഡങ്, വിസർജ്യമായിട്ടെണ്ണം. പത്രോസ് പറയുന്നു, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു യേശുവിന്റെ പരിജ്ഞാനത്താൽ എന്ത് ചെയ്തു? ലോകത്തിന്റെ മാലിന്യം വിട്ടോടി. പത്രോസ് പറയുന്നത്, നാം ദൈവത്തെക്കുറിച്ച് അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ ലോകത്തിന്റെ പാപം, മാലിന്യം, അശുദ്ധി നാം വിട്ടോടും. പൗലോസ് പറയുന്നു, നമ്മൾ ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ, പത്രോസ് പറഞ്ഞതുപോലെ പാപം മാത്രമല്ല, അതിൽ തന്നെ പാപമല്ലാത്ത ലാഭവും വിട്ടോടും. സ്തോത്രം. അപ്പോൾ പാപവും ലാഭവും വിട്ടോടുവാനായി നമ്മെ ശക്തീകരിക്കുന്ന, പ്രേരിപ്പിക്കുന്ന ഒരു പ്രത്യേക പരിജ്ഞാനമാണ് ദൈവീക പരിജ്ഞാനം എന്നുള്ളത്. ആ ദൈവിക പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പഴയ നിയമകാലത്ത് പോലും ഭക്തന് മനസ്സിലായിരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ കണ്ണുകൾ എന്നെ കാണുന്നുണ്ട്, ദൈവത്തെ ഒളിച്ച് എനിക്ക് എവിടേക്കും പോകുവാൻ കഴിയുകയില്ല, ദൈവം എന്നെ ഉള്ളതുപോലെ അറിയുന്നുണ്ട്, അവന്റെ ദൃഷ്ടികൾക്ക് യാതൊന്നും മറവായിരിക്കുന്നില്ല, ഇരുട്ടുപോലും ദൈവത്തിന് മറവല്ല, ഞാൻ അങ്ങ് മരുഭൂമിയിൽ പോയി പാർത്താലും, ആകാശത്ത് എവിടെയെങ്കിലും പോയി ഒളിച്ചാലും, കടലിന്റെ അടിത്തട്ടിൽ മറൈന ട്രെഞ്ചിൽ പോയി പോലും ഞാൻ ഒളിച്ചാലും അവിടെയും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ആ ഒരു പരിജ്ഞാനം നാം ഉള്ളവരായി തീർന്നാൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിപ്പാനായിട്ട് നമുക്കിടയാകും. കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ സമാധാനമായും സന്തോഷമായും ഇരിപ്പാൻ ദൈവം നമുക്ക് സഹായിക്കും. താൻ പറയുന്നു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അതും നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രിയിൽ നമുക്ക് പൂർണ്ണമായും നമ്മുടെ ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം കഴിക്കുവാൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരെയും ഒരു പ്രാവശ്യവും കൂടെ തിരുനാമത്തിൽ വന്ദനം ചെയ്ത് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ പതിവ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. സ്തോത്രം. നാം ചിന്തിച്ചു വരുന്ന ഭാഗത്തിന്റെ ഉപസംഹാര ഭാഗങ്ങളിലാണ് ആയിരിക്കുന്നത്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 10, 11, 12 വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നുവല്ലോ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അവിടെ നമ്മൾ കാണുന്നത് നീതി നിമിത്തവും ക്രിസ്തു നിമിത്തവും ഉള്ള ഉപദ്രവങ്ങൾ, ദൈവരാജ്യം നിമിത്തം നമുക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾ. അതിനകത്ത് പഴിയും നിന്ദകളുമുണ്ട്. ഒരുപക്ഷെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഉണ്ടാകാം. പിന്നെയുള്ളത് കളവായ ആരോപണങ്ങൾക്ക് നാം വിധേയരാവുക എന്നുള്ളതാണ്. വ്യാജ ആരോപണങ്ങൾക്ക് നാം വിധേയരായിത്തീരും, ഇരകളായി മാറും. സ്തോത്രം. We would become prey to false allegations and accusations, slanderings. കുരളയ്ക്ക്, ഏഷണയ്ക്ക് ഒക്കെ നാം ഇരകളായിട്ട് മാറും. അത് നാം കണ്ടു. സ്വന്തം മാതാപിതാക്കൾ അത് ചെയ്യാം,
സ്വന്തം സഹോദരങ്ങൾ തന്നെ നടത്താം. ശുശ്രൂഷകന്മാരാണെങ്കിൽ നമ്മൾ അപ്പം നുറുക്കി കൊടുക്കുന്ന ജനം, നമ്മിൽ നിന്നും അപ്പം വാങ്ങി കഴിക്കുന്ന ജനം നമുക്കെതിരായിട്ട് പറയാം. ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് ഞാൻ. അതുകൊണ്ട് കേവലം പുസ്തകത്തിന്റെ താളുകളിൽ നിന്നല്ല ഞാൻ ഇത് പറയുന്നത്, ജീവിതത്തിന്റെ താളുകളിൽ നിന്നാണ്. പക്ഷേ ഇതെല്ലാം ഉപദ്രവങ്ങളുടെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ നാം പോകുമ്പോൾ നാം ഏറ്റവും സന്തോഷഭരിതരാണ് എന്നാണ് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഉപദ്രവങ്ങളിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നായിരുന്നു നാം ഇന്നലെ രാത്രിയിൽ ചിന്തിച്ചത്. സ്തോത്രം. ഇന്നലെ രാത്രിയിൽ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും സാധിച്ചില്ല. അതുകൊണ്ട് ഇന്ന് തീർക്കണമെന്ന് വിചാരിച്ച ഞാൻ തുടങ്ങുന്നത്. സ്തോത്രം. ഞാൻ ഇന്ന് ഞങ്ങളെന്തോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞപ്പോൾ മോൻ ഇങ്ങനെ പറഞ്ഞു, എന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാ തുടങ്ങുന്നത്, അതുകൊണ്ട് കേൾക്കുന്നവർക്കൊക്കെ ഇപ്പൊ ചിരി വരുമെന്ന്. ഞാൻ പറഞ്ഞപ്പോ എന്ത് ചെയ്യാനാ, പിന്നെ നമുക്ക് ഇത്ര പോർഷൻ തീർക്കണമെന്നൊന്നുമുള്ള കോൺട്രാക്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമയം മാക്സിമം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു. കർത്താവ് അനുവദിക്കുന്നിടത്തോളം നമുക്കിത് ചെയ്യാം. അതുകൊണ്ട് ഇന്നും പതിവ് പോലെ ഞാനങ്ങ് പറയുകയാ, ഇന്ന് തീർക്കണമെന്ന് വിചാരിച്ചാണ് തുടങ്ങുന്നത്. ഏതായാലും നമുക്ക് പ്രവേശിക്കാം. ഇന്നലെ നമ്മൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചില കാര്യങ്ങൾ കണ്ടു. ഒന്ന്, നാം കഴിയുമെങ്കിൽ ഓടിപ്പോവുക, രക്ഷപ്പെടുക. സ്തോത്രം. താങ്ക് യു. രണ്ടാമത്, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിക്കുക, റിജോയ്സ്. മൂന്നാമത് നമ്മൾ കണ്ടത്, നമ്മൾ കഷ്ടതകളോ ഉപദ്രവങ്ങളോ ഒക്കെ സഹിക്കുക, എൻഡ്യൂർ ഇറ്റ്. സ്തോത്രം. ബി പേഷ്യന്റ് അണ്ടർ. നാലാമത് നമ്മൾ കണ്ടത്, അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഗ്ലോറിഫൈ ഗാഡ്, ഗ്ലോറിഫൈ ഗാഡ്. സ്തോത്രം. മഹത്വപ്പെടുത്തുക. പിന്നെ നമ്മൾ കണ്ടത് അഞ്ചാമത്തേത്, പ്രേ, നമ്മൾ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഉപദ്രവങ്ങൾ അയക്കണേ എന്നൊരു പക്ഷേ ഇനിയും പ്രാർത്ഥിച്ചില്ലെങ്കിലും, ഉപദ്രവങ്ങൾ അയക്കല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റും. കാരണം അത് കർത്താവ് പറഞ്ഞ കാര്യം ആയതുകൊണ്ട് അത് വേണ്ട എന്ന് ദൈവത്തോട് അങ്ങോട്ട് കയറി പറയുകയൊന്നും വേണ്ട. ദൈവം തനിക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ ചെയ്തോട്ടെ. സ്തോത്രം. എന്നാൽ ഉപദ്രവങ്ങൾ നാം സഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ നമുക്ക് നേരിടുന്നെങ്കിൽ, കർത്താവേ തളരാതെ നിൽക്കുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട്, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവും സ്തേഫാനോസും മാതൃകകളാണെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. പിന്നെ ഉപദ്രവിക്കപ്പെടുന്ന നമ്മളല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരും തളരാതെ നിൽപ്പാൻ. ചിലരൊക്കെ ഒറ്റയ്ക്കായിരിക്കും. നമ്മൾ മുമ്പൊരിക്കൽ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ 2 തിമോഥെയോസ് 4-ാമത്തെ അധ്യായത്തിൽ നിന്നും കണ്ടിരുന്നു. എന്റെ ഒന്നാം പ്രതിവാദത്തിൽ എനിക്ക് ആരും തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. സ്തോത്രം. ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അതുപോലെ ഏകാന്തതകളിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്, പീഡിപ്പിക്കപ്പെടുന്നവർ അനേകരുണ്ട്. ഒരു ദിവസം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങളൊരു ഗ്രാമത്തിൽ ഔട്ട്റീച്ചിന് വേണ്ടിയിട്ട് ഒരു ടീം വർക്കായിട്ട് പോയ കാര്യം. അവിടെ ഞങ്ങളുടെ ആ 3 ദിവസത്തെ പ്രവർത്തന ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു കുടുംബത്തെ ലഭിച്ചു. വേറെ ചില വ്യക്തിപരമായി വേറെ ചിലരെയും കിട്ടി. അങ്ങനെ ഒരു കൊച്ചു കുടിലാണ്.
അവിടെ ഞങ്ങൾക്കൊരു യോഗം നടത്താൻ അവസരം ലഭിച്ചു. എന്നാൽ ഞങ്ങൾക്ക് അവിടെ താമസിച്ച് പ്രവർത്തിപ്പാൻ ആ മിഷണറിമാര് പാസ്റ്റേഴ്സ് ഇല്ലാതിരുന്നത് കൊണ്ട് അവിടുന്ന് കുറച്ചു ദൂരെ ഉള്ള 2 സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന 2 ദൈവദാസന്മാരെ ഓൾട്ടർനേറ്റീവ് വീക്സ് ഓരോ ആഴ്ച മാറി മാറി അവിടേക്ക് ഞങ്ങൾ അയക്കുമായിരുന്നു. ചില മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം അവർക്ക് അവിടെ എത്താൻ പറ്റൂ. ഞായറാഴ്ച രാവിലത്തെ അവരുടെ ചർച്ചകളിലെ യോഗങ്ങൾക്ക് ശേഷം ചിലപ്പോൾ അവർ ബൈക്കിനും മറ്റു ചിലപ്പോൾ ട്രെയിനിനും അവിടേക്ക് പോയി തുടങ്ങി. അങ്ങനെ ഞങ്ങളെ നേരത്തെ പീഡിപ്പിക്കാൻ ശ്രമിച്ചവർക്കൊക്കെ മനസ്സിലായി ഇതുപോലെ ഈ വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്, അന്നുണ്ടായിരുന്നവരിൽ ചിലർ വരുന്നുണ്ടെന്ന്. ഒരു ദിവസം നമ്മുടെ ഒരു ദൈവദാസൻ, പ്രത്യേകിച്ച് ആൾക്കാരോട് പറഞ്ഞു നിൽക്കാനൊന്നും ത്രാണിയില്ലാത്ത, ശുശ്രൂഷിക്കാനാണെങ്കിൽ ശുശ്രൂഷിക്കും, എന്നാൽ എതിർക്കുന്നവരോട് പറഞ്ഞു നിൽക്കാൻ ഒന്നും പ്രത്യേക ത്രാണിയില്ലാത്ത ഒരു ദൈവദാസൻ അന്ന് പോയി റെയിൽവേ സ്റ്റേഷൻ മുതലേ അദ്ദേഹത്തെ ചിലർ പിന്തുടർന്നു. അദ്ദേഹം ആ പ്രാർത്ഥന നടക്കുന്ന വീട്ടിലെത്തി. എല്ലാവരും കൂടെ വളഞ്ഞു. വീടിന് വരെ തീ വയ്ക്കും എന്നൊരു നിലയിലായി. ഇതിനിടയിൽ അപ്പോഴത്തെ സന്ധ്യ കഴിഞ്ഞു. എനിക്ക് അദ്ദേഹം ഫോൺ ചെയ്തു. ഫോൺ സംസാരിക്കുന്നിടയ്ക്ക് തന്നെ ഫോൺ നിലച്ചു. വല്ലാത്ത പ്രയാസം. സ്റ്റോപ്പ്. എന്ത് ചെയ്യുമെന്നറിഞ്ഞുകൂടാ, ആരെ വിളിക്കുമെന്നറിഞ്ഞുകൂടാ. എനിക്ക് ഇവിടെ ഒന്നും പോകണമെങ്കിൽ 10-18 മണിക്കൂറത്തെ യാത്രയുണ്ട്. പോയാലും അവിടെ എത്തിപ്പെടാൻ പറ്റില്ല. വല്ലാത്ത മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. ആകെ കൂടെ നമുക്ക് കഴിയുന്നത് പ്രാർത്ഥിക്കുക. ഒരൊറ്റയ്ക്കാണ്, അദ്ദേഹം ഒറ്റയ്ക്കാണ്. എന്ത് സംഭവിച്ചു? അവരടിച്ചോ, കൊന്നോ, തീ വച്ചോ, പോലീസ് പിടിച്ചോ, എന്തെങ്കിലും കേസ് ആയോ, എന്തൊക്കെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇതുപോലെ ഒറ്റയ്ക്ക് ഏകാന്തതകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഉപദ്രവങ്ങൾ ഏറ്റുകൊണ്ട്, ഉപദ്രവങ്ങൾ സഹിച്ചുകൊണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മൾ തന്നെ ഉപദ്രവിക്കപ്പെടുന്നെങ്കിൽ അതിന് മുൻപിൽ പതറാതെ നിൽപ്പാനുള്ള കൃപയ്ക്ക് വേണ്ടി, 2 ഉപദ്രവിക്കുന്നവരുടെ മാനസാന്തരത്തിനും അവർക്ക് സത്യത്തിന്റെ ബോധനമുണ്ടാകേണ്ടതിന്, 3 ഉപദ്രവിക്കപ്പെടുന്നവരെ, നാം അല്ലാതെ മറ്റുള്ളവരെ കർത്താവിന്റെ കൃപയിൽ നിലനിർത്തേണ്ടതിന്. ചിലരൊക്കെ ഒറ്റയ്ക്കായിരിക്കും, നമുക്കൊന്നും ചെയ്യാനൊക്കാത്ത സ്ഥിതി, നമുക്കൊന്ന് ബന്ധപ്പെടാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെങ്കിലും കർത്താവേ കരുതണമേ, കൈവിടരുതേ, അങ്ങേ ഉപേക്ഷിച്ചു പോകരുതേ, ഭീരുക്കളായിട്ട് അവരാരും മാറരുതേ എന്നൊക്കെയുള്ള നിലകളിൽ അവർക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. സ്തോത്രം. ഇങ്ങനെയെല്ലാം സ്തോത്രം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് നാം കഴിഞ്ഞ ദിവസം കണ്ട 5ാമത്തെ നമ്മുടെ പ്രതികരണം. ഇന്ന് 6ാമത്തേതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്തോത്രം. എൻ്റെ പഠനത്തിലും ധ്യാനത്തിലും മനസ്സിലായ ചില കാര്യങ്ങൾ കൂടെ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നു. സ്തോത്രം. 6ാമത്തെ സംഗതിയാണ്, when we are being persecuted, affirm our commitment to God. Even in the midst of persecutions and sufferings, affirm our commitment to God. ഉപദ്രവങ്ങളുടെ നടുവിലും ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണത്തെ നമ്മൾ ഉറപ്പിക്കുക. കർത്താവിനോടുള്ള നമ്മുടെ സമർപ്പണത്തെ നമ്മൾ ശക്തിപ്പെടുത്തുക. നാം അതിനെ ഊട്ടി ഉറപ്പിക്കണം. സ്തോത്രം. We should concrete. We have to manifest. We have to demonstrate. We have to prove our commitment to God. സ്തോത്രം. ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണത്തെ ആ സമയത്ത് ഇളക്കി മറിച്ച് കളയരുത്. നമ്മൾ ദൈവത്തോടുള്ള സമർപ്പണത്തിൽ പരാജിതരായി തീരരുത്. നമ്മളതിൽ സ്തോത്രം ഉഴന്ന്
ഉടർന്നവരായിട്ട് മാറരുത്. സ്തോത്രം. We should not be shaken. Our commitment to the Lord should not be shaken. Stotram. But rather we have to affirm it. Stotram. We have to corroborately be strong in our commitment to the Lord. Stotram. കർത്താവിനോടുള്ള ആ സമർപ്പണം, നമ്മുടെ കർത്താവിനോടുള്ള വിധേയത്വം, അതിൽ നാം അധികം വളരണം. We have to grow in. We have to be stable. നമുക്ക് ചഞ്ചലപ്പെടാത്തവരായി, കുലുങ്ങാത്തവരായി നിൽക്കണം. സ്തോത്രം. കുലുങ്ങാത്തവരായി നിൽക്കണം. സ്തോത്രം. അതാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ പറയുന്നത്. ഒന്നാമത്തെ ലേഖനം, സ്തോത്രം, 15-ാമത്തെ അധ്യായം 58-ാമത്തെ വാക്യം. 15:58. 1 Corinthians 15:58. സ്തോത്രം. Therefore, my dear brothers, stand firm. Let nothing move you. Always give yourselves fully to the work of the Lord, because you know that your love in the Lord is not in vain. സ്തോത്രം. നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീൻ. Beloved brethren, we have to be steadfast, unmovable, and always abounding in the work of the Lord. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രതികൂലങ്ങളും ഉപദ്രവങ്ങളും വർദ്ധിച്ചു വരുമ്പോഴൊക്കെ ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണം നമ്മൾ അധികം അധികം ഉറപ്പാക്കിക്കൊള്ളണം. കർത്താവിനോടുള്ള സമർപ്പണത്തിൽ നമ്മൾ വളർന്നു വരണം. നമ്മൾ കുലുങ്ങരുത്. നമ്മുടെ അടിസ്ഥാനങ്ങൾ ഇളകരുത്. ഉപദ്രവങ്ങളും കഷ്ടങ്ങളും സംഭവിക്കുമ്പോൾ ചിലർ വിശ്വാസത്തിൽ നിന്ന് പറഞ്ഞു പോകും. സ്തോത്രം. ഉപദ്രവങ്ങളുടെ നടുവിൽ ചിലർക്ക് പിടിച്ചു നിൽപ്പാൻ കഴിയാത്തവരായി ആ കുത്തൊഴുക്കിൽ കടപുഴകിപ്പോകും. എന്നാൽ വേറെ ചിലരുണ്ട്, കഷ്ടതകളുടെയും ഉപദ്രവങ്ങളുടെയും ഒക്കെ നടുവിലും അവർ അധികം അധികം ഉറപ്പുള്ളവരായിട്ട് മാറും. സ്തോത്രം. നമ്മൾ ഇതിൽ ഏത് കൂട്ടരാണെന്ന് ചിന്തിച്ചു കൊള്ളണം. കഷ്ടതകളുടെ നടുവിൽ നാം പതറുന്നവരായും മാറരുത്. നാം പിന്മാറ്റക്കാരായിട്ട് തീരരുത്. കർത്താവിനെ തള്ളിപ്പറയുന്നവരായിട്ട് നാം മാറരുത്. സ്തോത്രം. പകരം നാം എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സ്തോത്രം, കർത്താവിനോടുള്ള സമർപ്പണത്തിലും വിധേയത്വത്തിലും വിശ്വാസത്തിലും നാം അധികം ഉറപ്പുള്ളവരായിട്ട് മാറണം. സ്തോത്രം. നമ്മുടെ സ്നേഹം ദൈവത്തോടുള്ളത് വർദ്ധിക്കണം. ദൈവത്തോടുള്ള നമ്മുടെ തീഷ്ണത, എൻതൂസിയാസം, നമ്മുടേത് വർദ്ധിക്കണം, നമ്മുടേത് വളരണം. സ്തോത്രം. ഉപദ്രവങ്ങളൊന്നും നമ്മെ തളർത്തിക്കളയരുത്. സ്തോത്രം. നമ്മെ തളർത്തിക്കളയരുത്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും നമുക്ക് ചെയ്യേണ്ടതായ കാര്യമാണ്. സ്തോത്രം. Persecutions should never ever drive us away from the Lord. Instead, they should drive us closer to Him. ദൈവത്തിൽ നിന്നും നമ്മെ ഉപദ്രവങ്ങൾ അകറ്റരുത്. പകരം അത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയേ ആകാവൂ. സ്തോത്രം. ഉപദ്രവങ്ങളിലൂടെ നമുക്ക് കർത്താവിനെ കൂടുതൽ അറിയാൻ സാധിക്കണം. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ള 3 സെന്റൻസുകൾ ആവർത്തിച്ചോട്ടെ. Even in the midst of persecutions and sufferings, we should know Christ more clearly. ആവർത്തിക്കുക ഞാൻ.
Yeah, we should follow him more nearly, and love him more dearly. Praise the Lord. സ്തോത്രം. അപ്പോൾ കഷ്ടതകളും ഉപദ്രവങ്ങളും ഒക്കെ നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയാകാവൂ. അത് നമ്മെ കർത്താവിനോട് കുറച്ചുകൂടെ പറ്റിയിരിക്കുമാറാക്കണം. സ്തോത്രം. They should help us to cling more and more to the Lord. സ്തോത്രം. അതെ, affirm our commitment to God even in the midst of severest persecutions. Stotram. Knowing that the faith we hold today is worth giving our life up. നമ്മുടെ ജീവൻ പോലും കൊടുക്കുവാൻ പര്യാപ്തമാണ്, യോഗ്യമാണ് നമ്മൾ ഇന്ന് പിടിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. സ്തോത്രം. ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. താങ്ക് യു ജീസസ്. ഓക്കെ, ഞാൻ ഇനിയുള്ള ചില വസ്തുതകൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഈ 6ാമത്തെ ഘടകം ഉൾപ്പെടെയുള്ളത് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്ന ഏറ്റവും ആദ്യത്തെ ക്രൈസ്തവ പീഠയിൽ നിന്നും ദൈവ സഭയുടെയും അപ്പോസ്തലന്മാരുടെയും പ്രതികരണം എന്തായിരുന്നു എന്ന് നോക്കി പഠിക്കാൻ പോകുക. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന 6ാമത്തെ കാര്യം മുതൽക്ക് ചില കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ നിന്നുമാണ് പഠിക്കാൻ പോകുന്നത്. സ്തോത്രം. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചതുൾപ്പെടെ അഫേം അവർ കമ്മിറ്റ്മെന്റ് ടു ഗാഡ്, ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണത്തെ ഊട്ടി ഉറപ്പിക്കുക എന്ന പാഠം മുതൽക്കുള്ള ചില പാഠങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ സഭ നേരിട്ട ആദ്യത്തെ പീഠയിൽ നിന്നും നാം പഠിക്കുന്ന പാഠങ്ങളാണ്. The lessons we are learning from this particular point, 6 to 1. They are the lessons we learn from the first century church when they faced persecution for the first time. ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ ഏറ്റവും ആദ്യത്തെ പീഡനത്തിൽ അവർ കാണിച്ചു തന്ന മാതൃകകളെയാണ് നമ്മൾ ഇനിയും ചിലതായി നോക്കുന്നത്. സ്തോത്രം. അത് ഒരു മാതൃകയാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേദപുസ്തകത്തിലെ ഇതര ഭാഗങ്ങളിൽ നിന്നും കൂടെ പേഴ്സണലായിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കും. ആ ഭാഗങ്ങളിലേക്ക് വിസ്താര ഭയം കൊണ്ട് ഞാൻ പോകില്ല. ഇതൊരു മാതൃകയായി നിങ്ങൾക്ക് വ്യക്തിപരമായ പഠനത്തിൽ ആ കാര്യങ്ങളെ പഠിക്കാവുന്നതാണ്, അവലോകനം ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ 6ാമത്തെ നമ്മുടെ മനോഭാവത്തെ സംബന്ധിച്ചുള്ള ഒരു സൂചന കൂടെ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിച്ച് മുൻപോട്ട് പോകാം. Acts 4:24. When they heard this, they raised their voices together in prayer to God. Sovereign Lord, they said, you made the heaven and the earth and the sea and everything in them. മതി, നമുക്കിനിയും ആ ഭാഗങ്ങൾ മുമ്പോട്ടുള്ളത് ഏതാണ്ട് അടുത്ത കുറേയേറെ വാക്യങ്ങൾ തുടർമാനമായിട്ട് ചിന്തിക്കാം. അപ്പൊ ഇതിനൊരു ഒരു തുടക്കമാണ്. 23-ാമത്തെ വാക്യം മുതൽക്ക് അത് തുടങ്ങുന്നുണ്ട്. അവർക്ക് പീഡകൾ ഉണ്ടായപ്പോൾ ആദ്യത്തെ ഉപദ്രവം, ക്രിസ്തു നിമിത്തമുള്ള അവരുടെ ആദ്യത്തെ പ്രശ്നം അവരുണ്ടായി. 2-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, സഭയുടെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരുന്നു, ജനം ഓടിക്കൂടുന്നു, കാര്യങ്ങൾ അവരതും ഇതുമൊക്കെ പറഞ്ഞപ്പോൾ പത്രോസ് പ്രസംഗിച്ചു. ഒടുവിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടു. സഭയോട് പലരും ചേർന്നു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുന്ന ബോൺ ലെയുമായിട്ടുള്ള മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നു. ജന്മനാ മുടന്തനായവനെ കർത്താവ് സൗഖ്യമാക്കുന്നു. From the birth he was lame. അത് കഴിഞ്ഞിട്ട് ആ ഒരു സംഭവം, അത് നിമിത്തം ഒത്തിരി പേര് ഇവരുടെ പ്രസംഗം കേൾക്കാൻ വന്നത് ഒക്കെ യഹൂദ മത നേതാക്കന്മാർക്ക് അസ്വസ്ഥതയുളവാക്കി. അതിന്റെ തുടർച്ച എന്നോണം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏതാണ്ട് ചർച്ച് വളരാൻ തുടങ്ങിയ 3000 എന്നത് ഇപ്പോൾ 5000 See verse chapter 4. അപ്പം അവിടെ നമ്മൾ കാണുന്നു ചർച്ച് വളരുന്നു. അതിൽ അസൂയയും ഭയവും, മിക്കയിടത്തും പെർസിക്യൂഷൻസിനുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഫിയർ ഫാക്ടർ ഉണ്ട്, പിന്നെ ജലസി ഉണ്ട്. ഇത് രണ്ടും എല്ലായിടത്തും ഉണ്ട്. അവിശ്വാസികൾക്കിടയിലും വിശ്വാസികൾക്കിടയിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. ചർച്ചിനകത്ത് തന്നെയുള്ള എതിർപ്പുകൾക്കും ഗ്രൂപ്പിസങ്ങൾക്കും ഒക്കെ കാരണവും ഇതൊക്കെ തന്നെയാണ്. ലോകത്തിലും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, ഏതായാലും ചർച്ച് വളരാൻ തുടങ്ങി. ഇവർക്ക് പബ്ലിക് പോപ്പുലാരിറ്റി, പൊതുജനത്തിന്റെ ഇടയിൽ ഇവര് പ്രത്യേകിച്ച് സ്വീകാര്യരായി തുടങ്ങി എന്നൊക്കെ കണ്ടപ്പോഴേക്കും യഹൂദ മത നേതാക്കന്മാർക്ക് പ്രയാസമായി. പക്ഷെ പ്രത്യേക കാരണമൊന്നും ഇവരെ പിടിച്ച് തല്ലാനും വഴക്ക് പറയാനൊന്നും ഇല്ല. അതുകൊണ്ട് അവർക്കിടയിൽ തന്നെ ആശയക്കുഴപ്പങ്ങളായി. ഏതായാലും 22-ാമത്തെ വാക്യം വരെ നമ്മൾ കാണുന്നത് മത നേതാക്കന്മാര് അപ്പോസ്തലന്മാരായ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ വിളിച്ച് വഴക്കുമൊക്കെ പറഞ്ഞ് താക്കീതുമൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞു വിടുന്നതാണ് നാം കാണുന്നത്. അപ്പോൾ ആ സമയത്ത് അവരെന്താ ചെയ്തത്? 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അവർ ഈ പ്രശ്നങ്ങളൊക്കെ കേട്ടപ്പോൾ, ഉപദ്രവങ്ങൾ അവർക്കുണ്ടായ വാർത്ത 1-ാം നൂറ്റാണ്ടിലെ സഭ അറിഞ്ഞപ്പോൾ, അപ്പോസ്തലന്മാർ ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടെ ദൈവസന്നിധിയിൽ ഒത്തുകൂടി. അവരുടെ വിശ്വാസത്തിൽ നിന്ന് മാറുകയായിരുന്നില്ല. അവരുടെ വിശ്വാസത്തെ, അവരുടെ സമർപ്പണത്തെ അവർ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു. അവർ ദൃഢപ്പെടുത്തുകയായിരുന്നു, അവര് സ്ഥിരപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അതാണ് നാം ഇപ്പോൾ 6-ാമത്തെ കാര്യമായിട്ട് കണ്ടത്. ഇനി 7-ാമത്തെ കാര്യം, ഉപദ്രവങ്ങളുടെ മധ്യത്തിൽ നാം ചെയ്യേണ്ടതായ 7-ാമത്തെ കാര്യം. അതും നാം ഈ ഭാഗത്ത് നിന്ന് തന്നെയാണ് നോക്കുന്നത്. എന്താണ്? Be bold in the face of persecutions to testify to the Lord. സ്തോത്രം. കർത്താവിനെ, യേശുവിനെ സാക്ഷിക്കുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ ഉപദ്രവങ്ങളുടെ നടുവിലും നാം പ്രാഗൽഭ്യമുള്ളവരായിരിക്കുക. നാം അതിനു വേണ്ടി ധൈര്യമുള്ളവരായിരിക്കുക. Be courageous, be bold enough, even in the midst of severe persecutions, fiery tests, to testify to the empty tomb of Jesus Christ. യേശുക്രിസ്തുവിന്റെ ഒഴിഞ്ഞ കല്ലറയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഉപദ്രവങ്ങളുടെ നടുവിലും നാം ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കണം. വായിച്ചു നോക്കാം നമുക്ക്. 4-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ, ഇതേ അധ്യായം തന്നെ, അതിന്റെ 19 അല്ലെങ്കിൽ 18 മുതൽ വായിച്ചോളൂ. 18, 19, 20 വാക്യങ്ങൾ.
Then they called them in again and commanded them not to speak or teach at all in the name of Jesus. But Peter and John. നിക്കണേ സിസ്റ്ററെ, മത നേതാക്കന്മാര് അവര് മത നേതാക്കന്മാരെന്നൊക്കെ പറയുകയാണെങ്കിൽ യഹൂദ രീതികൾ വെച്ചിട്ട് അവര് ഗോത്രം വെച്ചും പദവികൾ വെച്ചും ഈ പാവം പിടിച്ച മുക്കുവരായ ഫിഷർമൻ, മുക്കുവരായ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെക്കാൾ വളരെ ഉയർന്നവരാ. ഇവര് ഗാലീലിയൻസ് ആണ്. പത്രോസും യോഹന്നാനും ഒക്കെ ഗലീലക്കാരാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഗലീലക്കാർ സ്റ്റാൻഡേർഡ് കുറഞ്ഞവരാ. പഠിത്തം കൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടും തൊഴില്, പ്രൊഫഷൻ, ജോലി കൊണ്ടും പിന്നെ അവർക്കിടയിൽ തന്നെയുള്ള സംസ്കാരം കൊണ്ടും ഒക്കെ കുറഞ്ഞവരാ. എന്നാൽ യെരുശലേമിൽ താമസിക്കുന്നവർ അവര് സദൂക്യരും പരീശന്മാരും ലേവ്യരും ശാസ്ത്രിമാരും ഒക്കെയായ മതത്തിന്റെ ഉന്നതന്മാരാണ്. വിദ്യാഭ്യാസം കൊണ്ടും കൊണ്ടും തൊഴിലുകൊണ്ടും ഒക്കെ ഉന്നതരാണ്. അപ്പോൾ അവരുടെ അടുക്കലാണ് ഇപ്പോൾ പത്രോസും യോഹന്നാനും ഒക്കെ നിൽക്കുന്നത്. അപ്പൊ നേതാക്കന്മാര് വിളിച്ച് വരുത്തി ത്രട്ടൻ ചെയ്ത് വാണിംഗ് കൊടുത്ത് ഭീഷണിപ്പെടുത്തി താക്കീത് കൊടുത്ത് വിടുക. ആ സമയത്ത് 19ഉം 20ഉം വാക്യങ്ങൾ ഇനിയും വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? But Peter and John replied, "Judge for yourselves whether it is right in God's sight to obey you rather than God. For we cannot help speaking about what we have seen and heard." Praise the Lord. കണ്ടോ, അപ്പോസ്തലന്മാർ മത നേതാക്കന്മാരോട് പറഞ്ഞ കാര്യം എന്താണ് പറഞ്ഞത്? സ്തോത്രം. ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവമുമ്പാകെ ന്യായമാണോ എന്ന് നിങ്ങൾ തന്നെ വിധിപ്പീൻ. സ്തോത്രം. മനസ്സിലായോ? ദൈവത്തെയാണോ നിങ്ങളെയാണോ കൂടുതൽ അനുസരിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറ. അങ്ങോട്ട് ചോദിക്കുക. താർക്കികന്മാരെ പോലെ, സ്തോത്രം, ഡിബേറ്റ് ചെയ്യുന്ന ശക്തന്മാരെ പോലെ ഈ സാധുക്കളായ മനുഷ്യർ മത നേതാക്കന്മാരോട് അങ്ങോട്ട് ചോദിക്കുക. നിങ്ങൾ പറ, നിങ്ങളെയാണോ ഞങ്ങൾ അനുസരിക്കേണ്ടത്, ദൈവത്തെയാണോ അനുസരിക്കേണ്ടത്? എന്തൊരു ധൈര്യമായത്! ഈ പത്രോസിനെ ഓർമ്മ വേണം. ജസ്റ്റ് എ ഫിഷർമാൻ. മോറോവർ, യേശു കർത്താവ് മുമ്പിൽ നിൽക്കുമ്പോൾ നീയും അവന്റെ കൂടെ ഉള്ളവനല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ത്രീയുടെ മുമ്പിൽ, ചെറുപ്പക്കാരത്തിയായ ഒരു സ്ത്രീയുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ ആളാ. അതും യേശുവിന് കേൾക്കത്തക്ക ദൂരത്തിൽ നിന്നുകൊണ്ട്. പേടിച്ചുപോയി. ആ സ്ത്രീയുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നോ? ഇല്ല. വടിവാളുണ്ടായിരുന്നോ? തോക്കുണ്ടായിരുന്നു? ഒന്നുമില്ല. ഒരു ആയുധവും ഇല്ലാത്ത ഒരു സാധാരണക്കാരുത്തിയായ, ഒരു വേലക്കാരുത്തിയായ സ്ത്രീയുടെ മുമ്പിൽ പോലും യേശുവിന്റെ കൂടെ ഉള്ള ആളാണ് ഞാനെന്ന് യേശുവിനെ കേൾക്കെ ഉള്ള ദൂരത്തിൽ പോലും പറയാൻ ധൈര്യമില്ലാതിരുന്ന പത്രോസ്. ഇവിടെ കണ്ടോ എന്തൊരു ധൈര്യമാ! ഭീഷണിക്ക് മുമ്പിൽ. ഇപ്പോൾ യേശുവരുടെ കൂടെ ഇല്ല, യേശുവിനെ കാണാനില്ല. സ്തോത്രം. യേശു സ്വർഗത്തിലേക്ക് പോയത് ഇവർ നേരിട്ട് കണ്ടവരാ. സ്തോത്രം. അങ്ങനെയുള്ള ഈ അപ്പോസ്തലന്മാർ എന്തൊരു ധൈര്യത്തോടെയാ യേശുവിനെ സാക്ഷീകരിച്ചത്! തീർന്നില്ല. 20ാമത്തെ വാക്യത്തിൽ
അവർ പറഞ്ഞു, സ്തോത്രം, ഞങ്ങൾക്കോ, നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, ഞങ്ങൾക്കോ കണ്ടും കേട്ടുമുള്ളത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല. We cannot but speak the things which we have seen and heard. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഇതായിരിക്കണം ഉപദ്രവങ്ങളുടെ നടുവിൽ നമ്മുടെ പ്രതികരണം. എന്താ? Be bold enough to testify to the Lord. ജീവൻ പോകുന്നെങ്കിൽ പോകട്ടെ, സ്തോത്രം. ഭീഷണികൾക്ക് മുമ്പിൽ തളരരുത്. ഭീഷണികൾക്ക് മുമ്പിൽ നാം അടിയറവയ്ക്ക് പറയരുത്. സ്തോത്രം. നാം ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. യേശു ക്രിസ്തുവിനെ ധൈര്യത്തോടെ സാക്ഷിക്കുക. സ്തോത്രം. ആരുടെ മുൻപിലും, രാജാക്കന്മാരുടെ മുൻപിലാകട്ടെ, എതിരാളികളുടെ മുൻപിലാകട്ടെ, ധനവാന്മാരുടെ മുൻപിലാകട്ടെ, നാം പതറരുത്. അവരെ ഈ ഉപദ്രവിക്കുന്ന, പീഡിപ്പിക്കുന്ന എത്ര ഉന്നതന്മാരായാലും നമ്മൾ അവരെ കാണേണ്ടത് നഷ്ടപ്പെട്ടവരായിട്ടാണ്. അവരുടെ കോട്ടും സൂട്ടും അല്ല, അവരുടെ പേരിന് മുൻപുള്ള അവരുടെ എന്താണ് പറയുന്നത്, ഡെസിഗ്നേഷൻസ് അല്ല. സ്തോത്രം. അവരുടെ പേരിന് ശേഷമുള്ള വിദ്യാഭ്യാസ യോഗ്യതകളോ പദവികളോ അല്ല നാം കാണേണ്ടത്. അവരുടെ മുഖത്തിന്റെ ഗൗരവമോ, അവരുടെ പോക്കറ്റിന്റെ വലിപ്പമോ, വീടിന്റെ വലിപ്പമോ ഒന്നുമല്ല നാം കാണേണ്ടത്. എത്ര വലിയ വണ്ടിയോ, എത്ര അധികാരമുള്ള വ്യക്തികളോ ഒക്കെയായാലും നമ്മൾ അവരെ കാണേണ്ടത് എങ്ങനെയാണ്? ദൈവം അവരെ കാണുന്നത് പോലെയാണ്. That means they stand naked and lost before God, and therefore they stand condemned. നഷ്ടപ്പെട്ടവരായി, നഗ്നരായി, ലജ്ജിതരായി, പാപികളായി, നിസ്സഹായരായി നിൽക്കുന്ന നിൽപ്പ് വേണം നാം അവരെ കാണുമ്പോൾ ഓർക്കേണ്ടത്. അയ്യോ, അവർ നമ്മളെക്കാൾ വലിയവരാണല്ലോ, അധികാരമുണ്ടല്ലോ എന്നൊന്നും വെച്ച് നമ്മുടെ ഹൃദയം പിടയ്ക്കേണ്ട ആവശ്യമില്ല. അവരെയൊക്കെ കൂടെ കാണുമ്പോൾ നമുക്കങ്ങ് ഊർജം വരണം കുറെ കൂടെ. സ്തോത്രം. എന്നിട്ട് ധൈര്യമായിട്ട് യേശുവിനെ കുറിച്ച് പറയണം. ധൈര്യമായിട്ട് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷികളാകണം. യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറയ്ക്ക് സാക്ഷ്യം പറയേണ്ടതിനാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇത് തന്നെ പറ്റിയ അവസരം. സ്തോത്രം. എന്ന് കണ്ട് ധൈര്യത്തോടെ അപ്പോസ്തലന്മാരെ പോലെ നമ്മൾ കർത്താവിനെ കുറിച്ച് സാക്ഷിക്കണം. പ്രൈസ് ദ ലോർഡ്. നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പാഠം ഇതാണ്: നെവർ എവർ ഗിവ് അപ്പ് ബിഫോർ the threatenings of human beings. മനുഷ്യരുടെ, സ്തോത്രം, ഭീഷണികൾക്ക് മുമ്പിൽ നാം ഉപേക്ഷിക്കുന്നവരാകരുത്. ക്രിസ്തുവിനെ തള്ളിക്കളയുന്നവരാകരുത്. വിശ്വാസം ത്യജിക്കുന്നവരാകരുത്. ഭീരുക്കളായി നമ്മൾ തീരരുത്. സ്തോത്രം. ഭീരുക്കളായി നമ്മൾ തീരരുത്. അതിന്റെ 13ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. വേഴ്സ് 13 ഓൾസോ. When they saw the courage of Peter and John and realized that they were unschooled ordinary men, they were astonished, and they took note that these men had been with Jesus. Hallelujah. കണ്ടോ? പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണിക്കയാലും ഇവരെങ്ങനെയുള്ളവരാ? അൺസ്കൂൾഡ്, പഠിപ്പില്ലാത്തവരാണ്. ഇഗ്നോറന്റ്, സാമാന്യരായ മനുഷ്യരാണ്. സ്തോത്രം.
എന്ന് ഗ്രഹിച്ച് ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് അറിഞ്ഞു. സ്തോത്രം. See the boldness of these apostles. Praise God. Praise God. They were not eloquent, unfettered people. Thank you, Malay. Stotram. They were untrained. They were common men with no educational advantages. They were marveled. They were astonished. Stotram. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിദ്യാഭ്യാസം കുറഞ്ഞവരാകാം, കാഴ്ചയ്ക്ക് സൗന്ദര്യം കുറഞ്ഞവരാകാം, നമ്മളെ കണ്ടാൽ ഒരു മാന്യതയും തോന്നത്തില്ലായിരിക്കും മറ്റുള്ളവർക്ക്, സംസാരിക്കാനൊന്നും നമ്മൾ പ്രാപ്തരായിരിക്കില്ലെന്നേ. എങ്കിലും ക്രിസ്തുവിന്റെ കൂടെ ഉള്ളവരാണ് നാം എന്ന നിലയിൽ ധൈര്യത്തോടെ നിൽക്കണം. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മയും ധൈര്യത്തോടെ നടത്തും കേട്ടോ. ഉപദ്രവങ്ങൾക്കും ഭീഷണികൾക്കും മുൻപിൽ പതറാതെ ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക്, കുടുംബമായിട്ടെങ്കിൽ കുടുംബമായിട്ട്, കൂട്ടത്തോടെ എങ്കിൽ കൂട്ടത്തോടെ കർത്താവിന് വേണ്ടി ധൈര്യമായി നിൽക്കുവാൻ ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു. Praise the Lord. പതരരുത്. Be bold enough to testify to the empty tomb of Christ. Hallelujah. എട്ടാമത്തെ കാര്യം, ഉപദ്രവങ്ങളുടെ നടുവിൽ affirm our corporate unity. Even in the midst of persecutions, when they try to scatter us here and there, when the people and Satan would try to disperse us one from the other, but affirm our unity within the church, a corporate unity. ഉപദ്രവങ്ങളിലൂടെ നമ്മെ ചിതറിച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ, ഒരാളിൽ നിന്നും ഒരാളിനെ പറിച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ, ഒരു കാര്യം ഉറപ്പാക്കുക, നാം സഭയായി ഐക്യതയോടെ നിൽക്കുന്നു എന്ന്. നമ്മുടെ ഐക്യത ഉറപ്പാക്കുവാൻ നാം ശ്രമിക്കുക. സ്തോത്രം. എഗെയിൻ നമ്മൾ 23-ാമത്തെ 24-ാമത്തെയും വാക്യം, 4-ാം അധ്യായത്തിന്റെ അപ്പോസ്തല പ്രവർത്തികൾ 4-ന്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ നമുക്കൊന്നും കൂടെ നോക്കാം. On their release, Peter and John went back to their own people and reported all that the chief priests and elders had said to them. When they heard this, they raised their voices together in prayer to God. Yes, enough. കണ്ടോ, അവരെ വിട്ടയച്ചപ്പോൾ അവര് പോയി സഭയോട് കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. They cried unto the Lord in one accord. സ്തോത്രം. നമ്മുടെ ഇടയിലൊക്കെ ചിലരൊക്കെ ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ പറയും, നിങ്ങളൊക്കെ കൂടെ ഇവിടെ ഏസി റൂമിനകത്ത് ഇരുന്ന് കൊട്ടിയും പാടി ഇരുന്നിട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടിയത്, ഞങ്ങളെ ആ മരലും കൂടെ പിടിച്ചിട്ട് ഊതി വിട്ടത് നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടായില്ലല്ലോ, ഞങ്ങൾ വെള്ളം കുടിച്ചിട്ട് എത്ര മണിക്കൂറായെന്നറിയാമോ, എന്തൊക്കെയാണെന്നറിയാമോ ഞങ്ങളെ പറഞ്ഞത്, നിങ്ങളൊക്കെ എവിടെ ഇരുന്നു, ഞങ്ങളോട് ഒന്ന് വന്നുകൂടായിരുന്നു, ഇത്ര നേരമായിട്ട് ഞങ്ങളെ കാണാഞ്ഞിട്ട് ഒന്ന് വന്ന് അന്വേഷിക്കണം തോന്നിയോ? ഇതൊന്നും പറഞ്ഞില്ല. അകത്തിരുന്നവരും പറഞ്ഞില്ല, നിങ്ങളെല്ലാം കുളവാക്കി, ഇനി ഞങ്ങൾക്കും കൂടെ പുറത്തിറങ്ങണ്ട, നിങ്ങൾ എന്തിനാ ഈ പണിക്ക് പോയത് എന്നൊന്നും അകത്തിരുന്നവരും ചോദിച്ചില്ല.
എൻ്റെ ഒരു സ്നേഹിതൻ, എൻ്റെ ഒരു ആത്മീയ ശിഷ്യനാണ്. അദ്ദേഹം സമയത്ത് വളരെ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളാണ്. ഒരു കോളേജ് ലെക്ചററാ. അതൊക്കെ വിട്ടിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി വീണ്ടും സുവിശേഷ വേലയ്ക്ക് പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് പാർട്ട് ടൈമായിട്ട് പല കോളേജുകളിൽ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം സ്വയമായിട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കി തമിഴ്നാട്ടിന്റെ പല ഗ്രാമപ്രദേശങ്ങളിൽ പോയിട്ട് സുവിശേഷ വേല ചെയ്യുന്ന ഒരാള്. ഒരു സഭാ നേതാവിനോട് കാര്യം ഇതുപോലെയൊക്കെ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ചർച്ചിന്റെ നേതാവ് ചോദിച്ചത്, എൻ്റെ ബ്രദറെ എന്തിനാ കടലിൽ കൊണ്ടുപോയി കായം കലക്കുന്നതും? കാര്യം പിടികിട്ടിയോ? കായം मीन्स हींग. समुद्र में अगर हींग मिलाते हैं तो समुद्र की पानी में कोई फर्क पड़ेगा? कोई फर्क नहीं पड़ेगा. उसी तरह तुम लोग क्यों वहां जाकर के सुसमाचार फैला रहे हैं? तुम जो सुसमाचार फैलाता है वो हींग जैसा है, और जिन लोगों के पास तुम जाते हो वे तो समुद्र की जैसे हैं. तुम्हारे कार्य से कोई फायदा नहीं है. കടലിൽ കൊണ്ട് കായം കലക്കുന്നത് എന്തിനാ സഹോദര? അപ്പോൾ ഈ സഹോദരൻ പോയി അറിയിക്കുന്ന സുവിശേഷം കായം പോലെയും ഇദ്ദേഹം പോയി സുവിശേഷം അറിയിക്കുന്ന ജനത കടൽ പോലെയുമാണ്. അവിടെ പോയി സുവിശേഷം അറിയിച്ചിട്ടൊന്നും കഥയില്ല, വേറെ പണിക്ക് പോയിക്കൂടെ എന്നാണ് അദ്ദേഹം ഈ ചോദിച്ചത്. പ്രിയരെ, ഇതുപോലെയൊക്കെ സംഭവിച്ചാൽ നമ്മൾ ഇവരെയൊക്കെ കുറ്റം പറഞ്ഞ് നടക്കുകയല്ലാതെ ഈ പിടിക്കപ്പെട്ട ഒരു വീട്ടിലിരുന്നവരെയും തെറി പറയും, വീട്ടിലിരുന്നവര് പോയവരെയും തെറി പറയും. അങ്ങനെ അത് തന്നെ ഇവർക്കിടയിൽ ഒരു അടിക്ക് കാരണമാകും. എന്നാൽ ഇവിടെ അത് സംഭവിച്ചില്ല. ഇവിടെ സംഭവിച്ചത് എന്താ? പോയവരെ തിരികെ വന്ന് അകത്തിരുന്നവരോട് കാര്യം പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും അലിഗേഷൻസ് ആൻഡ് അക്യൂസേഷൻസ്, ആരോപണ പ്രത്യാരോപണങ്ങളൊന്നും നടത്തിയില്ല. പകരം വിഷയം കേട്ടപ്പോൾ അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ഉപദ്രവങ്ങൾ ഇവരുടെ ഐക്യതയെ ദൃഢപ്പെടുത്തുകയല്ലാതെ ഇവരെ തമ്മിൽ അകറ്റിയില്ല. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഇടയിലും ഉണ്ടാകുന്ന കഷ്ടതകളും ഉപദ്രവങ്ങളും നമ്മെ തമ്മിൽ അകറ്റുകയല്ല വേണ്ടത്. മാനസികമായ അകൽച്ച പോലുമല്ല നമ്മിൽ ഉണ്ടാക്കേണ്ടത്. പകരം നമ്മെ ഒരുമിപ്പിക്കുകയായിരിക്കണം. സ്തോത്രം. In the midst of persecutions, affirm our corporate unity. സ്തോത്രം. ഇന്ന് എനിക്ക് തോന്നുന്നു കർത്താവിൽ നിദ്ര കൊണ്ട പ്രൊഫസർ വി അച്ചൻകുഞ്ഞാണെന്ന് ഞങ്ങൾ മണക്കാലയിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കൽ അവിടെ വന്നത് ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ആ പ്രയോഗം കേൾക്കുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞു, there are so many unions today but no unity. ഇന്ന് ഒത്തിരി യൂണിയനുകളുണ്ട്. പാസ്റ്റേഴ്സിന്റെ യൂണിയനുകളുണ്ട്, ചർച്ചസിന്റെ യൂണിയനുകളുണ്ട്. യൂണിയൻസ് ആർ ദെയർ ബട്ട് വിതൗട്ട് യൂണിറ്റി. നമുക്ക് യൂണിയൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും യൂണിറ്റി, സ്തോത്രം, ഐക്യത വേണം. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ ഇടയിലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്, യേശുക്രിസ്തുവിന്റെ നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഒന്നാമത്തെ പ്രാർത്ഥനയ്ക്ക് ഇതുവരെയും മറുപടി കിട്ടിയില്ലെന്ന് നമ്മളുടെ ഇടയിലാണെന്ന് തോന്നുന്നല്ലോ പറഞ്ഞതല്ലേ? അത് മറ്റെവിടെയെങ്കിലും ആയിരുന്നു, എനിക്ക് ഓർക്കുന്നില്ല. എവിടെയോ പറഞ്ഞു ഞാൻ. നമ്മുടെ അടുത്ത് തന്നെ. ഓക്കെ, കർത്താവിന്റെ പ്രാർത്ഥന. ഓക്കെ, കർത്താവിന്റെ പ്രാർത്ഥന, ഇവർ ഐക്യതയിൽ തികഞ്ഞവരായി തീരണം. ഇവർ നമ്മെപ്പോലെ ഒന്നായി തീരണം. रिसेंटली ऑल्सो, पहले नहीं था, अभी भी पिछले हफ्ता में कहीं बोला था. അപ്പം
ഐക്യതയിൽ ആകേണ്ടതിന് യേശു കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച മഹാപുരോഹിത പ്രാർത്ഥനയിലെ ആദ്യത്തെ വിഷയം ഇതായിരുന്നു. സ്തോത്രം. പക്ഷെ ഇതുവരെ അതിന് മറുപടി, യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് പോലും മറുപടി കിട്ടിയില്ലെന്നാ പറയുന്നത്. ഒരു കണക്കിന് ശരിയുമാണ്. സ്തോത്രം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ A to Z തുടങ്ങുന്ന സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് എനിക്കൊരു വാട്സപ്പ് സന്ദേശം കിട്ടിയത്. വെറും സന്ദേശമല്ല, എയിൽ നിന്ന് Z വരെയുള്ള എല്ലാ അക്ഷരങ്ങളിൽ നിന്നും തുടങ്ങുന്ന പല സഭാവിഭാഗങ്ങൾ, പല സഭകളും തുടങ്ങിയത് ദൈവിക നിയോഗത്തോടുകൂടെയൊന്നുമല്ല, തമ്മിലുള്ള അനൈക്യതയിൽ നിന്നും ഉടലെടുത്ത സഭകളാണ് പലതും. പ്രാദേശിക സഭകൾ ഉൾപ്പെടെ അനൈക്യതയിൽ നിന്നും ഉടലെടുത്ത സഭകളാണ്. അങ്ങനെ അനൈക്യതയിൽ നിന്നും ഉടലെടുത്ത സഭകളിൽ ദൈവസാന്നിധ്യം എങ്ങനെ ഇറങ്ങി വരുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. സ്തോത്രം. മറ്റൊരിടത്ത് വഴക്കിട്ട് ചീത്ത വിളിച്ച് അടിയുണ്ടാക്കിയിട്ട് വരുന്നവരെ സ്വീകരിക്കുവാനിരിക്കുന്നവർ ഈ കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. പണ്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഒരു സ്ഥലത്ത് ഒരു ചർച്ചില് ഒരു ഫാമിലി ഭയങ്കര വഴക്കുണ്ടാക്കിയാണ്. നമ്മുടെ ഇടയിൽ തന്നെയാണോ ആരോ പറഞ്ഞത്, അതോ അതും ഈ റീസെന്റ്ലി പേഴ്സണൽ ടോക്കിൽ സംസാരിച്ചൊരു കാര്യമാണ്. ഒരു ചർച്ചിലെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇരിക്കുമ്പം കമ്മിറ്റിക്കാരും അവിടുത്തെ ആ ചർച്ചിന്റെ നടത്തിപ്പുകാരും എല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിച്ച് പൗലോസ് അപ്പോസ്തലൻ ചെയ്തതുപോലെ, കൊരിന്ത്യ സഭ ചെയ്തതുപോലെ ഈ വഴക്കാളിയായ ആളിനെ സാത്താന്റെ കയ്യിൽ നിന്ന് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവര് ഉപവാസമൊക്കെ കൂടാൻ വേണ്ടി വന്ന് കമ്മിറ്റിയൊക്കെ കൂടി വന്നിരിക്കുക. ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ബ്രദറെ പാസ്റ്ററെ ഇനി നമുക്ക് കമ്മിറ്റി ഒന്നും കൂടണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, ആ പുള്ളിക്കാരനെ നമ്മുടെ ഇന്നിടത്തെ ചർച്ചിന്റെ പേരൊന്നും പറയുന്നില്ല, ഇന്ന ചർച്ചുകാര് കൊണ്ടുപോയാണ്. ഇപ്പൊ സാത്താനെ ഏൽപ്പിക്കേണ്ട, മറ്റവർ ഏറ്റെടുത്തുന്ന ഈ പുള്ളിയെ. ഇപ്പൊ നമ്മുടെ ഇടയിലെ ഒരു രീതി ഇന്നിങ്ങനെയായി മാറിയിരിക്കുക. സ്തോത്രം. അപ്പം ഐക്യതയ്ക്ക് പകരം ഭിന്നതകളാണ് കൂടുതൽ. ഉപദ്രവങ്ങൾ പോലും ആ നിലകളിലേക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, കർത്താവ് ആഗ്രഹിക്കുന്നത്, സ്തോത്രം, സർട്ടൻലി കർത്താവ് ആഗ്രഹിക്കുന്നത് ഉപദ്രവങ്ങളിലൂടെ, കഷ്ടതകളിലൂടെ നമ്മെ ഒരുമിപ്പിക്കുവാനാണ്. സ്തോത്രം. കഷ്ടതകൾക്ക് പിൻപിലുള്ള ദൈവിക കാരണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഒരു കാരണമായിട്ട് നമ്മൾ കണ്ട കാര്യമായിരുന്നു, God permits persecutions to increase our or generate unity among ourselves. സ്തോത്രം. അത് ഏതോ ഒരു പോയിന്റിൽ നമ്മളത് ചിന്തിച്ചിരുന്നു. പോയിന്റ് നമ്പർ ഞാൻ ഓർക്കുന്നില്ല. സ്തോത്രം. ഓക്കെ. അപ്പോൾ ഇന്നും നമുക്കിടയിൽ അത് ആവശ്യമാണ്. ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു. ഒരു അമേരിക്കക്കാരൻ എഴുതിയതാ. What is the American churches desperately need today? അദ്ദേഹം തന്നെ മറുപടി പറയുന്നു, it is revival. But how will revival come? Through persecution. അപ്പോൾ ഈ പറയുന്ന റിവൈവലിനും, ഈ പറയുന്ന ഉണർവിനും, ഈ പറയുന്ന ഐക്യതയ്ക്കുമൊക്കെ വേണ്ടിയിട്ട് ദൈവം ഉപദ്രവങ്ങൾ അയക്കും. നമുക്കും ഇന്നത് ആവശ്യമായിരിക്കുന്നു എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. നമ്മുടെ ശുദ്ധീകരണത്തിനായിട്ടും, മുമ്പ് നമ്മൾ ചിന്തിച്ചതുപോലെ ഭയവും ഭീരുത്വവും ഉള്ളവരും നോമിനലായിട്ടുള്ള വിശ്വാസികളും വേറെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യത്തിന് വേണ്ടി വന്ന മെമ്പർഷിപ്പ് എടുത്തവരുമൊക്കെ ഒന്ന് മാറി കർത്താവിന്റെ വരവിൽ പോകുന്നവരായി നമ്മുടെ സഭകൾ തീരുവാൻ തീർച്ചയായും നമുക്ക് ഉപദ്രവങ്ങളുടെ അകമ്പടി കൂടിയേ തീരൂ.
അത് കർത്താവ് അയക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ പോലെയുള്ള ചിലർ പറയുന്നത് കർത്താവിന്റെ വരവിന് മുമ്പ് ഉണർവ എന്നതിനേക്കാൾ നടക്കാൻ പോകുന്നത് അപ്പോസ്റ്റസിയാണ്. അപ്പോസ്റ്റസിക്ക് ഒരു കാരണം ഉപദ്രവങ്ങളുമാണ്. ആ ഉപദ്രവങ്ങളിലൂടെ അരുതാത്തതിനെയൊക്കെ തൂകിക്കളഞ്ഞിട്ട് സഭയെ അതിൻ്റെ കോറായിട്ട് കാതലായിട്ടുള്ളവരെ മാത്രം കർത്താവ് ഒന്ന് പ്രൂവ് ചെയ്ത്, ഒന്ന് പ്രൂൺ ചെയ്ത് കൊണ്ടുപോകുവാൻ വേണ്ടി ഉപദ്രവങ്ങളെ കർത്താവ് അനുവദിക്കും. അതുകൊണ്ട് അത് ഇല്ലാതെയാകാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതില്ല. കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടക്കട്ടെ. സ്തോത്രം. ഓക്കെ, 9ാമത്തെ ഒരു കാര്യവും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 9ാമത്തെ സംഗതി എന്ന് പറയുന്നത്, when we are persecuted, be devoted more in prayer. Be devoted more in prayer. ഉപദ്രവങ്ങളുടെ വർധനവിനനുസരിച്ച് പ്രാർത്ഥനയിലും നാം വർദ്ധിച്ചു വരുന്നവരാകണം. സ്തോത്രം. പ്രാർത്ഥനയിൽ നാം വർദ്ധിക്കണം, വളരെയണം. വർദ്ധിക്കണം എന്നതിനേക്കാൾ വളരെയണം എന്ന് പറയാം. ആ വർധനവും വളർച്ചയും ഒരുപോലെ വേണം. We have to grow in and also we have to proceed in. സ്തോത്രം. ഇവിടെ നമ്മളിപ്പോൾ വായിച്ച അതേ വാക്യം 24ാമത്തെ വാക്യത്തിൽ നമ്മളിപ്പോൾ പല പ്രാവശ്യം വായിച്ചു. എന്താ വായിച്ചത്? അവർ അത് കേട്ടിട്ട് ഒരുമനപ്പെട്ടു ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്. ഉപദ്രവങ്ങൾ ഉണ്ടായപ്പോൾ അതിൻ്റെ 30ാമത്തെ വാക്യം വരെ, 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അവർ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിരുന്നു. ഇന്ന് നമ്മുടെ ഇടയിലും ഉപദ്രവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ സഭാ നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ, നാം ഉൾപ്പെടെയുള്ളവർ പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുമടക്കുന്നവരാണോ, അതോ ഇൻഫ്ലുവൻഷ്യലായ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് വണ്ടി എടുക്കുന്നവരാണോ, ഇല്ലെങ്കിൽ ഫോൺ എടുക്കുന്നവരാണോ? സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ട്, അല്ലെങ്കിൽ അവർക്ക് കത്തെഴുതി മെമ്മോറാണ്ടം കൊടുത്ത് അവരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കാൻ, ശുപാർശ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ് നമ്മൾ പലപ്പോഴും അന്വേഷിക്കാറുള്ളത്. ശരിയല്ലേ? എൻ്റെ പഠനത്തിലും എൻ്റെ അനുഭവത്തിലും അങ്ങനെയാണ്. വ്യത്യസ്തമായ കാര്യങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കെന്തെങ്കിലും അങ്ങനൊരു വിഷയം ഉണ്ടായാൽ നാം വിളിച്ചു പറയാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വിളിച്ചു പറയാനുള്ള ഒരു 4-5 നമ്പരെങ്കിലും നമ്മുടെ കയ്യിൽ കാണും. ഉറപ്പാണ്. സ്തോത്രം. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ ഒരു കാര്യം ആവർത്തിക്കുന്നിവിടെ. ഈ വിഷയത്തിൽ ഞാൻ നിദ്ര കൊള്ളുന്ന പാസ്റ്റർ ക്യാപ്റ്റൻ സാമുവലിനെ അഭിനന്ദിക്കുന്നു. ഐ സല്യൂട്ട് ഹിം ഇൻ ദിസ് റിഗാർഡ്. ക്യാപ്റ്റൻ സാമുവൽ അദ്ദേഹത്തിന്റെ വാർദ്ധക്യ സമയത്ത് തന്നെ കേരളത്തിൽ വെച്ച് അദ്ദേഹത്തെ RSSകാര് ക്രൂരമായിട്ട് മർദ്ദിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ജയിലിലടച്ചു, കസ്റ്റഡിയിലാക്കി. സഭാ നേതാക്കന്മാർ ആദ്യമൊന്നും പോയില്ല. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ അങ്ങേര് അനുഭവിക്കട്ടെ, അങ്ങേരുടെ പ്രസംഗം അങ്ങനെ, അങ്ങേരുടെ ശൈലി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ നിരസിച്ചു, തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ആ നിലയിൽ കുറെ ദിവസങ്ങൾ അദ്ദേഹം അകത്ത് കിടന്നു. ആരും കാണാനോ ഒന്നും പോയില്ല. ഒടുവിൽ പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ അല്ലയോ എന്നൊക്കെ പറഞ്ഞ് നേതാക്കന്മാര് ബാക്കി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ട് ചെന്നു. പക്ഷേ അദ്ദേഹം ഇത്ര നാൾ ചെല്ലാഞ്ഞത് കൊണ്ടല്ല, അദ്ദേഹം പറഞ്ഞിരുന്നു
നിങ്ങളുടെ ആരുടെയും റെക്കമെൻഡേഷനിൽ എനിക്ക് ഇവിടെ നിന്നും ഒരു റിലീസ് വേണ്ട. ഒന്നുകിൽ കേസ് കൊടുത്തവർ എനിക്കെതിരെയുള്ള പരാതി പിൻവലിച്ച് എന്നെ ഇറക്കിക്കൊണ്ടുവരട്ടെ, ഇല്ലെങ്കിൽ നിയമപ്രകാരം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ. എനിക്ക് നിങ്ങളുടെ ശുപാർശയിന്മേലുള്ള ഒരു മോചനം ഈ കേസിൽ നിന്നോ ജയിലിൽ നിന്നോ വേണ്ട. ഞാൻ ഇവിടെ കിടന്നോളാം. അതാണ് ശരിയായ മനോഭാവം. അതിനെ മണ്ടത്തരമെന്നും ഭോഷത്വമെന്നും ഒക്കെ വിളിക്കുന്നവർ കാണും, ശരി തന്നെയാണ്. പക്ഷേ ദൈവം വരുത്തുന്ന ഒരു വിടുതൽ മതി എന്ന് വെക്കാൻ നമുക്ക് കഴിയണം. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും ഇടപെടലില്ലാതെ, സ്തോത്രം, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും ഇടപെടലില്ലാതെ ദൈവം 1-ാം നൂറ്റാണ്ടിൽ ജയിലറകളിൽ നിന്നും വിടുവിച്ചത് ഈ പുസ്തകത്തിന്റെ താളുകളിൽ ഇല്ലേ? സ്തോത്രം. എന്തിനാ ഇത് പുസ്തകത്തിന്റെ താളിൽ എഴുതി വെച്ചിരിക്കുന്നത്? എന്നെപ്പോലുള്ള ഉപദേശിമാർക്ക് പ്രസംഗിച്ച് ജനത്തെ ആവേശം കൊള്ളിക്കാൻ വേണ്ടിയാണോ? സ്തോത്രം. പ്രസംഗിച്ച് ജനത്തെ ആവേശം കൊള്ളിക്കുന്ന എന്നെ പോലെയുള്ളവർ ഉൾപ്പെടെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ദൈവത്തോട് നിലവിളിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നില്ല? സമയം നമ്മുടേത് ഏതാണ്ട് തീർന്നിരിക്കുന്നു. സ്തോത്രം. അതിനോടൊപ്പം ഒരു വാക്യം കൂടെ നമുക്ക് പരിചയമുള്ളതാണെങ്കിലും വായിച്ച് നമുക്ക് നിർത്തിയേക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ തന്നെ 16:25, 16:25. About midnight, Paul and Silas were praying and singing hymns to God, and the other prisoners were listening to them. സ്തോത്രം. നമുക്ക് ഈ സംഭവം അറിയാം. ഇതൊക്കെ നമ്മുടെയൊക്കെ ഉപവാസ പ്രാർത്ഥനയിൽ അടിച്ച് തകർക്കുന്ന പ്രസംഗങ്ങളാണ്. ഇതൊക്കെ അങ്ങോട്ട് കേട്ടാൽ ആത്മാവ് വരാത്തവർ നമ്മുടെ ഇടയിൽ കുറവാണ്. സ്തോത്രം. ഇതിന് പറ്റിയ പാട്ടുകളുമുണ്ട്. അതും കൂടെ ഇട്ട് പാട്ട് തുടങ്ങണ്ട, അതിനു മുമ്പ് ആത്മാവിലാകുന്നവരാണ് നമ്മൾ. പക്ഷെ വിഷയം എന്താ? പൗലോസും ശീലാസും ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ അവർ എന്ത് ചെയ്തു? അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചെങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ എന്നൊക്കെയാണ് നമ്മൾ പാടുന്നത്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ? അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? അർദ്ധരാത്രിയിൽ അവര് എന്ത് ചെയ്തു? In the midnight, Paul and Silas prayed, sang praises unto God. Prisoners heard them. പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. സ്തോത്രം. നമ്മൾ പറയുന്ന ആരാധന അല്ല അവിടെ നടന്നത്. അവര് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്കാണ് അവിടെയും പ്രാധാന്യം. സ്തോത്രം. 12-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, സ്തോത്രം, അവിടെ പത്രോസിനെ യാക്കോബിനെയും കൂടെ പിടിച്ചു. യാക്കോബിനെ വെട്ടിക്കൊന്നു. ഫസ്റ്റ് അപ്പോസ്തോലിക് മാർട്ടിയർ, ആദ്യത്തെ അപ്പോസ്തോലന്മാർക്കിടയിൽ നിന്നുള്ള ആദ്യത്തെ രക്തസാക്ഷി യാക്കോബ്. അത് കഴിഞ്ഞ് അടുത്ത നമ്പർ പത്രോസിന്റെയാ, പീറ്റർ. പത്രോസിനൊന്നും വലിയ കാര്യമല്ല, അദ്ദേഹം കിടന്ന് ഭയങ്കര ഉറക്കം. ദൂതൻ വന്ന് പുറത്ത് നല്ല അടി കൊടുത്ത് എഴുന്നേപ്പിച്ച് 1, 2, 3 വാതിലുകളും കടത്തിയിട്ടും ഇദ്ദേഹത്തിന് ബോധം വീണില്ലെന്നാ പറയുന്നത്. സ്തോത്രം. പക്ഷെ അദ്ദേഹം കിടന്നുറങ്ങുമ്പോഴും, താങ്ക് യു മോനെ, ഈ 12:12 പറയുന്നത് സഭ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. They did not seek for recommendations, political influences. ഇവിടങ്ങളിൽ എങ്ങും
സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 4-ലാകട്ടെ, സ്തോത്രം, 12-ലാകട്ടെ, 16-ലാകട്ടെ, എവിടെയും സ്വാധീനമുള്ളവരെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കാനുള്ള പരിപാടിയൊന്നും ഇവർ നോക്കാതെ അവരൊറ്റയ്ക്കും അല്ല, ജയിലിൽ കിടന്നവരും പ്രാർത്ഥിച്ചു, സഭയും എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. സ്തോത്രം. അവരുടെ പ്രാർത്ഥനകളെ കേട്ട് ദൈവം, സ്തോത്രം, ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. നോട്ട് ത്രൂ പൊളിറ്റീഷ്യൻസ്, പൊല്യൂട്ടഡ് പൊളിറ്റീഷ്യൻസിലൂടെ അല്ല. സ്തോത്രം. അയ്യോ, ഇവർക്കൊക്കെ നമ്മൾ ചെയ്യുന്ന ഫോൺ വിളിയുടെ ആ സമയമെങ്കിലും ദൈവസന്നിധിയിലേക്ക് ഇരുന്ന് കർത്താവേ എന്നൊന്ന് നിലവിളിച്ചാൽ ഒന്നുകിൽ ദൈവം ഇവരെ പത്രോസിനെ പോലെ വിടുവിക്കും, ഇല്ലെങ്കിൽ ദൈവം ഇവരെ ശീലാസിനെയും പൗലോസിനെയും പോലെ വിടുവിക്കും. അതുമല്ലെങ്കിൽ ഒടുവിൽ പൗലോസ് 2 കൊല്ലം ജയിലിൽ കിടക്കാൻ ദൈവം അനുവദിച്ചു. അപ്പോഴും പലരെയും രക്ഷയിലേക്ക് ദൈവം നടത്തി. അതുപോലെ ദൈവം പ്രവർത്തിക്കും. സ്തോത്രം. നമുക്കും ഈ നാളുകളിൽ ഉപദ്രവങ്ങൾക്ക് നടുവിൽ സഭയെ പോലെയും ഉപദ്രവിക്കപ്പെട്ട വ്യക്തികളെ പോലെയും പ്രാർത്ഥനയാണ് ആവശ്യമായിരിക്കുന്നത്. സ്തോത്രം. പ്രാർത്ഥനയാണ് ആവശ്യം. നമുക്കിന്ന് രാത്രിയിൽ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്, സ്തോത്രം, നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. നേരത്തെയും നമ്മളൊന്ന് കണ്ടതാണ് they prayed. അതിനെ ഒന്നും കൂടെ നമ്മൾ ഈ 4-ാം അധ്യായത്തിൽ നിന്ന് ആദിമ ദൈവസഭയ്ക്കുണ്ടായ ആദ്യത്തെ ഉപദ്രവങ്ങളുടെ അവിടെ നിന്നും നാം എടുത്തൊന്ന് പഠിക്കുക. ഇത് 2ാമതാണ് നാം ആവർത്തിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ ആദ്യത്തെ എനിക്ക് തോന്നുന്നു 5ാമത്തെ പോയിന്റിലായിരുന്നു നമ്മൾ പ്രേ ഫോർ, ഉപദ്രവങ്ങളിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത്. എന്നാൽ അവിടെ നമ്മൾ ചിന്തിക്കാത്ത വിഷയങ്ങളാണ് ഇവിടെ ഇപ്പോൾ ചിന്തിച്ചത്. ഒന്നുകിൽ അതും ഇതും കൂടെ നിങ്ങൾക്ക് കപ്പിൾ ചെയ്യാം, അല്ലെങ്കിൽ വേറെ വെക്കാം. ഏതായാലും ഇന്ന് രാത്രി നാം കേട്ട ഈ തിരുവെഴുത്തുകളിലൂടെ നമുക്ക് മുൻപോട്ട് പോകാം. സ്തോത്രം. ഇന്നും നമുക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല, സോറി. നമുക്ക് നാളെ അതിന്റെ ബാക്കി നോക്കാം, കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ. സ്തോത്രം. ഏതായാലും നമുക്ക് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് തീർത്തിട്ട് മറ്റൊന്ന് ചെയ്യുക എന്നൊരു കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കർത്താവ് നമ്മളെ നടത്തുന്ന വഴികളിലൂടെ നമുക്ക് പോകാം. സ്തോത്രം. ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഉപദ്രവങ്ങൾക്ക് നടുവിൽ നാം പുലർത്തേണ്ടതായ മനോഭാവങ്ങൾ, അതിൽ നാം 9 കൂട്ടം കാര്യങ്ങൾ ചിന്തിച്ചു. അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിന് നമുക്ക് ഇന്ന് രാത്രിയിൽ നമ്മെ സമർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.